ഇത് 2010 മോഡൽ ഫോർഡ് ഫിഗോ ഡീസൽ വേരിയൻ്റ് ആണ്. കസ്റ്റമർ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ വെള്ളം ലീക്ക്, ഓവർ ഹീറ്റ്, AC ഇട്ട് കുറച്ച് ഓടുന്ന സമയത്ത് കൂളിംഗ് കുറയുന്നുണ്ട്. അതാണ് കസ്റ്റമർ പറഞ്ഞ കംപ്ലയിൻറ്റ്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ റേഡിയേറ്റർ ഫാന് വർക്കാവുന്നില്ല, സ്റ്റക്കാണ്. നമ്മൾ കൈക്ക് കറക്കുന്നത് സ്റ്റക്കായാണ് ഫാൻ കറങ്ങുന്നത്. ഈ ഫാന് വർക്കാവാത്തതുകൊണ്ടാണ് വണ്ടി ഓവർ ഹീറ്റായിട്ട് വെള്ളം റേഡിയേറ്ററിൻ്റെ ക്യാപ്പ് വഴി പ്രഷർ തള്ളി ലീക്കായി പോകുന്നത്. പിന്നെ AC ഇടുമ്പം കൂളിംഗ് കുറയുന്നത് ഓവർ ഹീറ്റ് ആവുന്നതുകൊണ്ടാണ് കൂളിംഗ് കുറയുന്നത്. കണ്ടില്ല, ഇപ്പോൾ നമ്മളിപ്പോൾ ഫാൻ കറക്കുന്ന സമയത്ത് സ്റ്റക്കായാണ് ഫാൻ ഇപ്പം കറങ്ങുന്നത്. നമുക്കിതിൻ്റെ ഫാൻ മോട്ടർ മാറണം. പുതിയൊരു ഫാൻ മോട്ടർ വെച്ച് നമ്മളിപ്പം കൂളിംഗ് കവറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ലീഫ് ഇട്ടൊന്ന് കറക്കി നോക്കാം എങ്ങനെയാണ്. നമ്മളിപ്പോൾ ലീഫ് ഇട്ടിട്ടുണ്ട്, ഞാൻ കറക്കി കാണിച്ചു തരാം. ഞാനിപ്പോൾ കറക്കുന്ന സമയം കണ്ടില്ല, ഫ്രീ ആയിട്ട് ഇതിൻ്റെ ഫാൻ മോട്ടർ കറങ്ങണം. ഫാൻ മോട്ടർ ഇപ്പോൾ നമ്മളിപ്പോൾ വണ്ടിയിൽ ഇപ്പോൾ സെറ്റ് ചെയ്ത് ഇപ്പോൾ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാണ്. സ്റ്റാർട്ട് ചെയ്ത് നോക്കിയ സമയത്ത് ഫാൻ വർക്കാവുന്നില്ല. അപ്പോൾ ഈ ഫാൻ സ്റ്റക്ക് ആവുന്ന സമയത്ത് ഷോർട്ടായിട്ട് ഇതിൻ്റെ ഫീസ് റെസിസ്റ്ററൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. നമുക്കൊന്ന് ഫീസ് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ബാറ്ററിയുടെ സൈഡിലായിട്ടാണ് ഈ ഫാനിൻ്റെ മെയിൻ ഫീസ് വരുന്നത്. ഇതിൽ രണ്ടാമത്തെ 50 ആംപിയറിൻ്റെ ഫീസാണ് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഈ ഫീസ് ഇപ്പം പോയിട്ടുണ്ട്. നമുക്കിത് പുതിയ ഒരെണ്ണം വാങ്ങിച്ച് മാറണം. ഇതാണ് പുതിയ ഫീസ്. ഇപ്പോൾ ഫാനിൻ്റെ റെസിസ്റ്ററും മാറുന്നുണ്ട്. ഈ റെസിസ്റ്റർ മാറാൻ കാരണം എന്ന് പറഞ്ഞാൽ ഫാന് ഹൈ സ്പീഡ് മാത്രമേ എടുക്കുന്നുള്ളൂ, ലോ എടുക്കുന്നില്ല. റെസിസ്റ്റർ കംപ്ലൈൻ്റ് ആണ്, അതിപ്പോൾ മാറിയിട്ടുണ്ട്. നമുക്ക് ഫാനൊക്കെ ഇപ്പം വർക്കായിട്ടുണ്ട്, കാണിച്ചു തരാം. കണ്ടില്ലേ, വണ്ടിയുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.